നമസ്കാരം. ഒരു പുതിയ പ്രതീക്ഷയിലാണ് കേരളം. കഴിഞ്ഞ 10 വർഷത്തെ പിണറായി വിജയൻ്റെ കിരാത ഭരണത്തിൽ നിന്ന് ഒരു മോചനം കിട്ടി. വി.ഡി. സതീശൻ്റെ നേതൃത്വത്തിൽ പുതിയൊരു മന്ത്രിസഭ ഇന്ന് അധികാരമേറ്റു. ഞാൻ ഉൾപ്പെടെയുള്ള സാധാരണക്കാർ അതിനെ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് നോക്കിക്കാണുന്നത്. വി.ഡി. സതീശൻ്റെ പല നിലപാടുകളോടും എതിർപ്പുണ്ട്. അദ്ദേഹത്തിൻ്റെ പല നിലപാടുകളെയും നിശ്ചിതമായി വിമർശിച്ചിട്ടുണ്ട്, എതിർത്തിട്ടുണ്ട്. വി.ഡി. സതീശൻ്റെ നേതൃത്വത്തിൽ ഒരു മന്ത്രിസഭ നിലവിൽ വരുമ്പോൾ അതിനെ കണ്ണടച്ച് തുടക്കത്തിൽ തന്നെ എതിർക്കുന്നത് ശരിയല്ല. അതുകൊണ്ട് അതിന് മുതിരുന്നുമില്ല. പക്ഷേ ഇന്ന് സത്യപ്രതിജ്ഞാ ചടങ്ങിൽ കണ്ട വളരെ മനസ്സ് നിറയ്ക്കുന്ന ഒരു കാഴ്ചയുണ്ട്. വല്ലാത്തൊരു സന്തോഷം തോന്നിയ ഒരു കാഴ്ചയുണ്ട്. അമ്മാളു അമ്മ എന്ന ഒരു വൃദ്ധ, ഒരു വയോവൃദ്ധ ജനക്കൂട്ടത്തിനിടയിൽ നിൽക്കുകയാണ്. അമ്മാളു അമ്മയുടെ അടുത്തേക്ക് ഏഷ്യാനെറ്റിൻ്റെ മാധ്യമപ്രവർത്തകനായ PG സുരേഷ് കുമാർ വരുന്നു. അവരോട് കാര്യങ്ങൾ ചോദിക്കുന്നു. അപ്പോഴാണ് അവർ വി.ഡി. സതീശനുമായിട്ടുള്ള ഒരു ബന്ധം പറയുന്നത്. സീതാലക്ഷ്മി അമ്മാൾ എന്നാണ് അവരുടെ പേര്. അമ്മാളു അമ്മ എന്നവരെ ആദ്യമായി വിളിച്ചത് വി.ഡി. സതീശനാണ്. പ്രളയകാലത്ത് അവർ സ്കൂളിലെ അഭയാർത്ഥി ക്യാമ്പിലേക്ക് വന്നപ്പോഴാണ് സതീശനെ ആദ്യമായി കാണുന്നത്. അന്ന് സതീശൻ ആരാണ്, വി.ഡി. സതീശൻ ആരാണ് എന്നുള്ള കാര്യം ഈ അമ്മാളു അമ്മയ്ക്ക് അറിയില്ല. അമ്മാളു അമ്മയ്ക്ക് എല്ലാ ധൈര്യവും കൊടുത്ത് അവരെ ചേർത്ത് പിടിച്ച് സമാധാനിപ്പിച്ചത് വി.ഡി. സതീശനാണ്. ഒടുവിൽ താഴത്തെ നില വെള്ളത്തിൽ മുങ്ങിയപ്പോൾ വി.ഡി. സതീശൻ അടുത്ത് വന്ന് 3ാമത്തെ നിലയിലേക്ക് അവരെ മാറ്റിപ്പാർപ്പിക്കാനുള്ള സൗകര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തു. മമ്മൂട്ടിയോടും വി.ഡി. സതീശനോടും ഒപ്പം നിൽക്കുന്ന ഒരു ചിത്രമൊക്കെ ലാമിനേറ്റ് ചെയ്തുകൊണ്ടാണ് ആ അമ്മ വന്ന് ആൾക്കൂട്ടത്തിനിടയിലേക്ക് നിന്നത്. അത് വളരെ സന്തോഷം തോന്നുന്ന ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ വി.ഡി. സതീശൻ കണ്ടു കഴിഞ്ഞാൽ എന്നെ അങ്ങോട്ടേക്ക് വിളിക്കുമെന്ന നിഷ്കളങ്കയായ അമ്മ പറയുന്നുണ്ട്. അവിടുത്തെ വലിയ VVIPകളൊക്കെ വന്നപ്പോഴുള്ള അവിടുത്തെ സെക്യൂരിറ്റിയെക്കുറിച്ചൊന്നും ആ പാവത്തിന് യാതൊരു ബോധ്യവുമില്ല. പക്ഷേ എന്തായിരുന്നാലും പിന്നീട് കണ്ട കാഴ്ച വളരെ നമുക്ക് സന്തോഷം തരുന്നതാണ്, കണ്ണ് നിറയ്ക്കുന്നതാണ്. ഈ അമ്മാളു അമ്മ വേദിയിലേക്ക് വരുന്നു. ഒരുപക്ഷെ വി.ഡി. സതീശൻ്റെ ശ്രദ്ധയിൽ ഇക്കാര്യം ആരെങ്കിലും പെടുത്തിയിരിക്കാം. അതുകൊണ്ടായിരിക്കാം അദ്ദേഹം അവരെ അങ്ങോട്ട് വിളിച്ചത്, അല്ലെങ്കിൽ അവർ ഏതെങ്കിലും വഴി അവരവിടെ എത്തിയതായിരിക്കാം. എന്തായാലും രാഹുൽ ഗാന്ധിയും വി.ഡി. സതീശനും അവരെ ചേർത്ത് പിടിച്ചതിന് ശേഷം അവരെ സുരക്ഷാ ഉദ്യോഗസ്ഥൻ പുറത്തേക്ക് കൊണ്ടുപോകുന്ന ഒരു കാഴ്ചയാണ്. ഇവിടെയാണ് നമ്മൾ പിണറായി വിജയൻ എന്ന പാർട്ടിയെയും നാടിനെയും തകർത്ത ഒരു നേതാവിനെ കൂടി അറിയേണ്ടത്. നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, ഒരിക്കൽ പോലും ഈ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഒരിക്കൽ പോലും അയാൾ ഒരു സാധാരണക്കാരനെ ചേർത്ത് പിടിച്ചിട്ടില്ല. അങ്ങനെ ചേർത്ത് പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് ഫോട്ടോഷൂട്ടിന് വേണ്ടി മാത്രമായിരുന്നു. അല്ലാതെ പിണറായി വിജയൻ സാധാരണക്കാരനെ ഒരിക്കലും ചേർത്ത് പിടിച്ചിട്ടില്ല. ആ പിണറായി വിജയൻ ഇരുന്ന വേദിയിലാണ് ഈ അമ്മാളു അമ്മ എന്ന ആരുമില്ലാത്ത സാധുവായൊരു സ്ത്രീ അവിടെ വരികയും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അവരെ ചേർത്ത് പിടിക്കുകയും ചെയ്തത് എന്നുള്ളതാണ് വളരെ സന്തോഷമുണ്ടാക്കുന്ന ഒരു കാര്യം. മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ ഉണ്ടായിരുന്ന സമയത്ത് അദ്ദേഹം ഇരുന്ന വേദിയിൽ ഒരു പാവപ്പെട്ട സ്ത്രീ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വന്ന് എന്തോ പറയുന്നു. ആദ്യം പിണറായി വിജയൻ അവരോട് തിരികെ മറുപടി പറയുന്നു. വീണ്ടും അവർ എന്തോ അദ്ദേഹത്തിനോട് പറയുമ്പോൾ അവരെ പട്ടിയെ ആട്ടിപ്പായിക്കുന്നത് പോലെ പിണറായി വിജയൻ ആട്ടിപ്പായിക്കുന്നതാണ് നമ്മൾ കണ്ടത്. പൊതുവേദിയിൽ മാധ്യമപ്രവർത്തകരുടെയും പാർട്ടി പ്രവർത്തകരുടെയും പൊതുജനങ്ങളുടെയും മുന്നിൽ വെച്ചാണ് പിണറായി വിജയൻ ഇത് കാണിച്ചത് എന്നോർക്കണം. ലോകത്തെ പല കോണുകളിൽ നിന്ന് ആൾക്കാരെല്ലാം ഈ ദൃശ്യങ്ങൾ കാണുന്നുണ്ട് എന്ന ബോധം പോലും ഇല്ലാതെയാണ് പിണറായി വിജയൻ അത്തരത്തിൽ പൊതുവേദിയിൽ പെരുമാറിയത്. പൊതുവേദിയിൽ അത്തരത്തിലാണ് പിണറായി വിജയന്റെ പെരുമാറ്റമെങ്കിൽ അയാൾ സ്വകാര്യ ജീവിതത്തിൽ എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നതിനു ശേഷം വലിയ രീതിയിലുള്ള വിമർശനങ്ങളുണ്ടായി. ആ വിമർശനങ്ങൾ ഉണ്ടായപ്പോഴൊക്കെ പിണറായി വിജയന്റെ എന്തും ന്യായീകരിക്കുന്ന അന്തം കമ്മികൾ, 3ാം കിട അന്തം കമ്മികൾ പറഞ്ഞത് പിണറായി വിജയന്റെ ശൈലി അതാണ് എന്നാണ്. അദ്ദേഹം ഒരു പച്ച മനുഷ്യനാണ്. അദ്ദേഹം ഉള്ളിൽ ഒന്ന് വെച്ചിട്ട് പുറമേ മറ്റൊന്നും പ്രകടിപ്പിക്കില്ല എന്നുള്ളതാണ്. ശരി, അത് വീട്ടിൽ പോയി പ്രകടിപ്പിച്ചാൽ മതി. കാരണം ജനങ്ങളുടെ പണം കൊണ്ടാണ് പിണറായി വിജയൻ 10 കൊല്ലം കുടുംബസമേതം വിദേശ സർക്കിട്ട് അടിച്ചതും ധൂർത്തടിച്ചതും എന്നൊക്കെയുള്ള കാര്യം മനസ്സിലാക്കാനുള്ള മൂളയെങ്കിലും ഈ അന്തം കമ്മികളുടെ തലയ്ക്കകത്തുണ്ടായിരുന്നുവെങ്കിൽ അവരൊരിക്കലും ഇത് പറയുമായിരുന്നില്ല. പിണറായി വിജയന്റെ ഇത്തരത്തിലുള്ള ധാർഷ്ട്യമാണ് ഈ പാർട്ടിയെ തകർത്തെറിഞ്ഞത് എന്നുള്ളതാണ്. അവിടെ ഇതാണ് പറഞ്ഞത്, വിധിയുടെ വിളയാട്ടം എന്നൊക്കെ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, വായിക്കാറുണ്ട്. പക്ഷേ ഇന്ന് പിണറായി വിജയൻ കൂടിയിരിക്കുന്ന ഒരു വേദിയിൽ ഇതുപോലെ ഒരു സാധു സ്ത്രീ വരുമ്പോൾ അവരെ ചേർത്ത് പിടിക്കാൻ മുതിർന്ന നേതാവായ രാഹുൽ ഗാന്ധിയും ദേശീയ നേതാവായ രാഹുൽ ഗാന്ധിയും മുഖ്യമന്ത്രിയായ വി.ഡി. സതീശനും തയ്യാറാകുമ്പോൾ അത് കേരളത്തിന്റെ മനം നിറയ്ക്കുന്ന കാഴ്ചയാണ്. സാധാരണക്കാരന് സന്തോഷമുണ്ടാക്കുന്ന ഒരു കാഴ്ചയാണ്. അത് വി.ഡി. സതീശൻ എന്ന മുഖ്യമന്ത്രിയിൽ കേരളത്തിലെ സാധാരണക്കാർ അർപ്പിക്കുന്ന പ്രതീക്ഷയുടെ, വിശ്വാസത്തിന്റെ ഒരു കാഴ്ചയാണ്. എന്തായാലും വി.ഡി. സതീശൻ എല്ലാവിധ ആശംസകളും. ഇനി എന്തായാലും പിണറായി വിജയന്റെ ഒരു ഭരണം പോലെ ഒരിക്കലും
മറ്റൊരു ഭരണവും വരില്ല. പക്ഷേ പാളിച്ചകൾ ഉണ്ടാകാം. ആ പാളിച്ചകളൊക്കെ തിരുത്തി മുന്നോട്ട് പോകാനായി, സാധാരണക്കാർക്ക് അവർക്ക് പ്രയോജനപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യാനായി, ഇത്തരത്തിൽ അധികാര ദുർവിനിയോഗം ചെയ്യാതിരിക്കാനായി, ഉപജാപ സംഘങ്ങളെ അകറ്റി നിർത്താനായി വി.ഡി. സതീശൻ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. വീണ്ടും കാണാം.